തന്നെ ഈ അതിരാവിലെ തന്നെ എത്രത്തോളം ആളുകളാണ് അവിടേക്ക് അർജുന്റെ വീട്ടിലേക്ക് അർജുന്റെ അന്ത്യയാത്രയിൽ അർജുന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേരുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ അർജുന്റെ ഭൗതികദേഹം അവിടേക്ക് എത്തുമ്പോൾ എത്രത്തോളം വലിയ ജനസഞ്ചയം അവിടെ രൂപപ്പെടും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷിച്ച നിശ്ചയിച്ച സമയത്തിനപ്പുറമൊക്കെ പൊതുദർശനം തുടർന്നു പോകാനും സംസ്കാര ചടങ്ങുകൾ ഒരുപക്ഷെ വിചാരിച്ചതിലും 1-2 മണിക്കൂറുകൾ അപ്പുറത്തേക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യമൊക്കെയും ഉണ്ടാകാൻ തന്നെ ആണ് ഇപ്പോൾ സാഹചര്യം കാണുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഒരിക്കൽ കൂടി MS അനീഷ് കുമാറിലേക്ക് പോകാം. MS അനീഷ് കുമാർ അർജുന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആ വാഹന വ്യൂഹത്തിൽ അതിനോടൊപ്പം തത്സമയം ചേരുകയാണ് നമുക്കൊപ്പം. അനീഷ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ആര്യ വടകര പട്ടണം കഴിഞ്ഞതാണ് 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇരിങ്ങൽ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ വാഹന വ്യൂഹം എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം തൊട്ട് മുന്നിൽ തന്നെ കർണാടക പോലീസിന്റെ ഒരു വാഹനമുണ്ട്. അതിന് മുന്നിലുള്ള ആംബുലൻസിലാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം ഉള്ളത്. അതിന് തൊട്ട് മുമ്പിൽ MLAയും മറ്റ് ജില്ലാ കളക്ടർ അടക്കമുള്ളവരുടെ വാഹന വ്യൂഹവും ഉണ്ട്. അങ്ങനെ ഒരു വലിയ കോൺവോയാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ കോഴിക്കോട് ദിശയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വടകര പട്ടണം കഴിഞ്ഞ് ഏതാണ്ട് 15 മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വേഗത്തിലാണെങ്കിൽ ഏതാണ്ട് 1.25 മണിക്കൂർ കൊണ്ട് കോഴിക്കോട്ടേക്ക് എത്താൻ കഴിയുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഈ വാഹന വ്യൂഹം വരുമ്പോൾ അതിന്റെ വഴിയരികിലൊക്കെ ആളുകൾ ഈ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലർക്കും മനസ്സിലാവുന്നുണ്ട് ഈ തത്സമയ സംപ്രേഷണത്തിലൂടെയും മറ്റുമൊക്കെ ഏത് ഭാഗത്ത് ഇപ്പോൾ വാഹനം എത്തിയിട്ടുണ്ട് എന്നും, അല്ലെങ്കിൽ ഈ ദിശയിലൂടെ വാഹനം കടന്നു പോകും എന്ന് അറിയാവുന്ന ആളുകളുമൊക്കെ ഉണ്ട്. അവരൊക്കെ ആംബുലൻസിലേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുന്ന കാഴ്ച നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. വലിയ സ്നേഹ വായ്പ തന്നെ ആളുകൾ അർജുനോട് കാണിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ, അർജുന്റെ വീട്ടിലേക്കുള്ള അവസാന മടക്കയാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വാഹന വ്യൂഹം ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. രാവിലെ സമയമായതുകൊണ്ട് തന്നെ വലിയ ഒരു ഗതാഗത തിരക്കിലേക്ക് ഈ വീഥികൾ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സുഗമമായി ഈ വാഹന വ്യൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പോലീസിന്റെ അകമ്പടിയുണ്ട്. കേരള പോലീസിന്റെയും ഒപ്പം കർണാടക പോലീസിന്റെയും സാന്നിധ്യമുണ്ട് ഈ വാഹന വ്യൂഹം സുഗമമായി മുന്നോട്ട് പോകുന്നതിനായി. ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ആയ ആളുകൾ ഈ വാഹന വ്യൂഹത്തിൽ ഉണ്ട്. സതീഷ് സൈൽ MLA ഉണ്ട്. ഒപ്പം ആംബുലൻസിനുള്ളിൽ ഒരുപാട് ദിവസങ്ങൾ ആഴങ്ങളിൽ അർജുനെ വീണ്ടെടുക്കാനായി ശ്രമം നടത്തിയ ഈശ്വർ മാൽപ്പയുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളാണ് ഓരോ ഘട്ടത്തിലും ചെറുതും വലുതുമായ പല റോളുകളും വഹിച്ച അർജുനെ വീണ്ടെടുക്കാനായി വഹിച്ച ആളുകളൊക്കെ അവരുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഒരു ഭൗതിക ശരീരം ആ അമ്മയ്ക്ക് നൽകാൻ കഴിയുന്നുണ്ടല്ലോ എന്ന ഒരു ചെറിയ ആശ്വാസം മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളൊക്കെ ആ വാഹനങ്ങൾക്കുള്ളിൽ ഉണ്ട്. അവരും അർജുന്റെ വീട് കാണാനായി ഇപ്പോൾ കോഴിക്കോടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച, അർജുനെ യാത്ര അയക്കുന്നത് കാണാനായി വരുന്ന യാത്ര, അദ്ദേഹത്തിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി വരുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തത്സമയ ദൃശ്യങ്ങളിൽ തന്നെ വാഹനം ഇപ്പോൾ കോഴിക്കോട് ലക്ഷ്യമാക്കി പോന്നുകൊണ്ടേ ഇരിക്കുന്നു. ആര്യ, തീർച്ചയായും MS അനീഷ് കുമാറാണ് വാഹന വ്യൂഹത്തിനൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് അർജുന് വിട ചൊല്ലുകയാണ് നാട്. ആ കാഴ്ചകളിലേക്കൊക്കെ മടങ്ങിയെത്താം.